ഗൈസ്, എല്ലാവർക്കും നമ്മുടെ KK എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ ജാവ ബേഡ്സ് ആണ്. പിഞ്ചസിനൊക്കെ പോലെ തന്നെ നമ്മുടെ ബേഡ്സിലുള്ള ഒരു കുഞ്ഞൻ കുരുവിയാണ് ഈ ജാവ ബേഡ്സ്. അവർക്ക് നമുക്ക് കൊടുക്കേണ്ട ഫുഡ്, അതുപോലെ അവർ പെട്ടെന്ന് ബ്രീഡാകാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ഫുഡുകൾ കൊടുക്കാം, അവരെ ഏകദേശം ഒരു ചിക്സിനെ വാങ്ങി വളർത്തിയാൽ എത്ര മാസം ആയാൽ നമുക്കതിനെ ബ്രീഡിങ്ങിലേക്ക് ഇടാമെന്നൊക്കെ പറ്റിയുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആണ്. ഫുഡ്, അതുപോലെ തന്നെ ബ്രീഡിംഗ് ബോക്സ്, അവർക്ക് എന്തൊക്കെ നെസ്റ്റ് മെറ്റീരിയൽ കൊടുക്കണമെന്നൊക്കെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മളതിൻ്റെ മുന്നേ മറ്റ് ജാവ ബേഡ്സും അതുപോലെ കൺകുനൂർ, ബഡ്ജീസ്, പിഞ്ചസ്, പല ബേഡ്സിനെ പറ്റിയുള്ള വീഡിയോകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പോയി കാണുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ജാവ ബേഡ്സിന് നമ്മൾ കൊടുക്കേണ്ട ഫുഡ്, നമ്മളിപ്പോൾ ഇലവർഗ്ഗങ്ങളിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഫുഡ് എന്ന് പറഞ്ഞാൽ അരിവേപ്പിൻ്റെ ഇല, അതുപോലെ തുളസി, പനിക്കൂർക്കൽ, മല്ലിച്ചപ്പ് തുടങ്ങിയ ഇലകളൊക്കെ നമുക്ക് ഇവർക്ക് കൊടുത്ത് ശീലിപ്പിച്ചാൽ ഇവർ നല്ലവണ്ണം കഴിക്കും. ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇലവർഗ്ഗങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ ആ ചെറിയ ചെറിയ ഫംഗസുകൾ, തൂക്കലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയി കിട്ടും നാച്ചുറലായിട്ട്. അതുപോലെ തന്നെ ഇവർക്ക് കൊടുക്കാൻ പറ്റിയ ധാന്യങ്ങൾ, ഒന്നാമത് നമ്മൾ കൊടുക്കുന്നത്, ഏത് ബേഡ്സിന് കൊടുക്കുന്ന ധാന്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിചയത്തിൽ അറിവിലുള്ളത് തിനയാണ്. അതിന് പുറമെ നമുക്ക് ഏതൊരു ബേഡായാലും പല സീഡുകളും കൊടുക്കാം. അപ്പോൾ ജാവ ബേഡ്സിന് ഒന്ന് നമുക്ക് തിന കൊടുക്കാം, രണ്ടാമത് നെല്ല് കൊടുക്കാം, മൂന്നാമത് നമുക്ക് സൺഫ്ലവർ സീഡ് നുറുക്കി കൊടുക്കാം. അതുപോലെ തന്നെ വെള്ളത്തിൽ കുതിർത്തി നമുക്ക് ഈ ഗോതമ്പ് കൊടുക്കാം. അതുപോലെ തിന, നൈഗർ, അങ്ങനെ പല സീഡുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ നമ്മൾ ജാവ ബേഡ്സിന് കൊടുക്കലുണ്ട്. പലരും കൊടുക്കുമെന്ന് അറിയില്ല, നമ്മൾ കൊടുക്കലുണ്ട്. നമ്മുടെ ബേഡുകളൊക്കെ അത് കഴിക്കാറുമുണ്ട്. നമ്മൾ ശീലിപ്പിച്ചാൽ മാത്രമേ എന്തൊരു ധാന്യവും അവർ കഴിക്കുള്ളൂ. അങ്ങനെ കഴിച്ചാൽ അവർക്ക് പ്രോട്ടീനായിട്ട് വിറ്റമിൻ, കാൽസ്യം, അതുപോലെ അവരുടെ ശരീരത്തിന് വേണ്ടി എല്ലാ ഘടനകളും അതിൽ കിട്ടും. പിന്നീട് നമുക്ക് കാൽസ്യത്തിന് വേണ്ടി, ഇവർക്ക് ഫാസ്റ്റ് ബ്രീഡിങ്ങിന് വേണ്ടി കാൽസ്യത്തിന് വേണ്ടി നമുക്ക് ഈ മുട്ട പുഴുങ്ങിയിട്ട് എഗ് ഫുഡ് പോലെ ആക്കിയിട്ട് പുഴുങ്ങി അത് നല്ലോണം നമുക്ക് ക്രഷ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് വെജിറ്റബിളിൽ നമുക്ക് ബീറ്റ്റൂട്ട്, ക്യാരറ്റൊക്കെ ആഡ് ചെയ്തും കൊടുക്കാം, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടും കൊടുക്കാം. പിന്നീട് നമുക്ക് കാൽസ്യത്തിന് കണവനാക്ക്, അതുപോലെ കാൽസ്യം ബ്ലോക്ക് നമ്മൾ കടയിൽ വാങ്ങാൻ കിട്ടും. അതുപോലെ മരുന്ന് ഷോപ്പിൽ ഈ കാൽസ്യത്തിനുള്ള ടോണിക്കുകൾ, മരുന്നുകളൊക്കെ വാങ്ങാൻ കിട്ടും. നിർബന്ധമായിട്ടും ഈ കാൽസ്യം, കണവനാക്ക് നമുക്ക് ഇവരെ കൂട്ടിൽ നിർബന്ധമായിട്ടും വെച്ച് കൊടുക്കണം. അതുപോലെ നെല്ല് ഒരു ഡെയിലി വെച്ച് കൊടുക്കുന്ന ഒരു ബേഡ്, ജാവ ബേഡ് പെട്ടെന്ന് ബ്രീഡാവുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. വിരിഞ്ഞിറങ്ങി നമ്മളിപ്പോൾ ഒരു ജോഡി, ഒരു പേരൊക്കെ അറിയാനായ ഒരു ജോഡിനെ നമ്മൾ വാങ്ങി വളർത്തുമ്പോൾ നമുക്കൊരു 9 മാസം, ഒരു വർഷം കഴിഞ്ഞിട്ട് ബ്രീഡിങ്ങിലേക്ക് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ ചില സമയത്ത് അതിൻ്റെ മുന്നേ ഒരു 6 മാസം 7 മാസമൊക്കെ ആയാൽ ബ്രീഡാവും. അങ്ങനെ ബ്രീഡാവുമ്പോൾ ചിലപ്പോൾ എഗ് ബൈൻഡിങ്, അതുപോലെ കാൽസ്യം, മറ്റ് പ്രോട്ടീനുകൾ ശരീരത്തിൽ കിട്ടാതെ വരുമ്പോൾ മുട്ട വിരിയാതിരിക്കുക, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരും. ഉചിതം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് ബ്രീഡിങ്ങിലേക്ക് ഇടുന്നതാണ്. അതുപോലെ നമുക്ക് ഇവർക്ക് വുഡൻ ബോക്സുകൾ, മൺകുടങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഏറ്റവും നല്ലത് വുഡൻ ബോക്സുകൾ വെച്ച് കൊടുക്കുന്നതാണ്. അതുപോലെ ഇവർക്ക് നെസ്റ്റ് മെറ്റീരിയലായിട്ട് നമുക്ക് ചകിരിച്ചോറ്, വൈക്കോല്, ചെറിയ പേപ്പർ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ ഇവർ മനോഹരമായി കൂടുണ്ടാക്കി ഇവരതിൽ എഗ്ഗ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതൊരു ജാവ ബേഡ്സും പെട്ടെന്ന് ബ്രീഡാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. ബേഡ്സിനെ വളർത്തുന്ന നിങ്ങൾ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയറാക്കി കൊടുക്കുക. നമ്മുടെ ഈ ചാനലിൽ ബേഡ്സിനെ പറ്റിയുള്ള മരുന്നുകൾ, അതുപോലെ നമുക്കറിയാവുന്ന അറിവുകൾ പറ്റിയുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. ബേഡ്സിനെ ഈ കെയറിങ്ങുകളൊന്നും അറിയാത്ത ആൾക്കാർക്ക് നമ്മുടെ ഈ വീഡിയോ കൊണ്ട് എല്ലാവർക്കും ഒരു അറിവ് എത്തണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് നമുക്ക് വേണം. അടുത്തൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം.